പിന്നെ വന്നത് നേരിട്ട് വരുന്ന ഡിബേറ്റിന്റെ ഇതാണ്. ഡിബേറ്റ് തുടങ്ങുമ്പോൾ ഉള്ള ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ എസൻസ് ഗ്ലോബലിന്റെ സെക്രട്ടറി സന്തോഷ് മാത്യു, അതുപോലെ തന്നെ പ്രവീൺ വി കുമാർ ആണെന്ന് തോന്നുന്നു, സന്തോഷ് മാത്യുവും പ്രവീണും ആണെന്ന് തോന്നുന്നു, എന്റെയൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒരാള് ഒരു തോക്കുമായിട്ട് ഇതിനുള്ളിൽ കടന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു തോക്കുമായി ഇതിനുള്ളിലോ? അതെങ്ങനെ? അതിങ്ങനെ കൗണ്ടറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ അയാൾ കാണിച്ചു നോക്കിയപ്പോൾ ഒരു തോക്കുണ്ട്. മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മൾ ആളുകളെ എല്ലാം അകത്തേക്ക് കടത്തിവിട്ടത്. അപ്പം ഇത് കണ്ടടനെ അയാൾ പറഞ്ഞു അയാൾ ഇത് പിന്നെ ലൈസൻസ് ഉള്ള തോക്കാണ്, അയാൾ ഒരു കേസിലെ പ്രതി സാക്ഷിയാണ്, അപ്പൊ സാക്ഷിക്ക് സംരക്ഷണം നൽകാനായിട്ട് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അങ്ങനെ അയാൾക്ക് തോക്ക് കൈവശം സൂക്ഷിക്കാനായിട്ടുള്ള അവകാശം ലൈസൻസ് സഹിതം കൊടുത്തു. അതുകൊണ്ട് ആ തോക്ക് അങ്ങനെ പറഞ്ഞപ്പം ആ ബൗൺസേഴ്സിൽ ഒരാള് പറഞ്ഞു ശരി നിൽക്കുക, ഞാനതൊന്ന് ചോദിക്കട്ടെ, പോലീസുകാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരോട് ചോദിക്കാൻ പോയതും പുള്ളി കരുതി എന്താണ് ഇത് എന്നെ ക്ലിയർ ചെയ്ത് വിട്ടു എന്ന് പുള്ളി കരുതിയിട്ടുണ്ടോ അതോ പുള്ളി മനഃപൂർവ്വമാണോ എന്നൊന്നും അറിയില്ല. പുള്ളി ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ ചോദിക്കാൻ പോയാൽ തിരിച്ചു വന്നപ്പോൾ കാണാൻ ആള് ഈ ആൾക്കൂട്ടത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിലേക്ക് പോവുകയാണ്. പിന്നെ ആകെ അങ്കലാപ്പ എല്ലാവർക്കും. നമുക്കില്ല ചാർലി കിർക്കിന്റെ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പൊ എല്ലാവരും ഈ പൊതുയോഗങ്ങളിലും പ്രത്യേകിച്ച് തോക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വല്ലാത്തൊരു സംഭ്രമം ഉണ്ടാവുമല്ലോ. അപ്പം ആളിനെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അന്നേരമാണ് എൻ്റെ ഒന്ന് പറഞ്ഞത്. അപ്പം പോലീസുകാര് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്ക് ഈ പരിപാടിക്ക് തൊട്ട് മുന്നേ തന്നെ ഈ തെരച്ചിൽ ഞാൻ കാണുന്നുണ്ട്. എനിക്കത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ACP സഹിതം DYSP ആ റാങ്കിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ നോക്കുന്നുണ്ട്. ഡിബേറ്റിന് തൊട്ട് മുന്നാണ് ഇത് പറയുന്നത്. ഞാനിത് കേട്ടു. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞത് ഒരു തെറ്റായ ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞത്. ഒരു ടീഷർട്ട് ഇട്ട ഒരാളാണെന്നാ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് പരിപാടി തുടങ്ങുമ്പോഴേ ഞാൻ നോക്കുന്നത് ആരെങ്കിലും ടീഷർട്ട് ഇട്ട ആരെങ്കിലും ഫ്രണ്ടിലെങ്ങാനും ഇരിപ്പുണ്ടോ അല്ലെങ്കിൽ സൈഡിലെങ്ങാനും. അങ്ങനെ നമ്മുടെ മസ്തിഷ്കം അങ്ങനെയാണ് വർക്ക് ചെയ്യുക. കാര്യം നമ്മളൊരു ത്രെട്ടൻഡ് ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആ ത്രെട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മസ്തിഷ്കം തന്നെയാണ് നമുക്കുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് നത്തിങ് ടു ഡു വിത്ത് യുവർ ബാക്കി നിങ്ങളുടെ അറിവോ കഴിവോ നിങ്ങളുടെ സ്ഥൈര്യമോ ധൈര്യമോ ഇതൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ പ്രൈമറി ഗിയറിലേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് പോകും. നിങ്ങളുടെ അതിജീവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ നോക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ. അങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു ഇത് നിൽക്കണം. പക്ഷെ ബാക്കിയുള്ള മോഡറേറ്റർ ആയിട്ടുള്ള ആള് ഹരീഷ് തങ്കം, പിന്നെ ശ്രീജിത്ത് പണിക്കർ, മറ്റേ ഡിബേറ്റർ, ഇവർക്ക് അറിയില്ല സംഗതി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറെ സംസാരിച്ചു വന്നു. അപ്പൊ ഇടയ്ക്ക് ഇവർ പറഞ്ഞിരുന്നു വേണമെങ്കിൽ ചുറ്റും ബൗൺസേഴ്സിനെ നിർത്താൻ, കാര്യം ഇതുമായിട്ട് ഓടിക്കേറുകയല്ലോ ആണെങ്കിൽ. അപ്പൊ അങ്ങനെ തയ്യാറായിട്ട് നിന്നിരുന്നു. പക്ഷെ ഇല്ലാതെ തന്നെയാണ് തുടങ്ങിയത്. ഞാൻ എന്റെ ഊഴം 10 മിനിറ്റ് സംസാരിച്ചൊരു 3.5 മിനിറ്റ് ആയപ്പോ ഇവർ വന്ന് പറയുകയായിരുന്നു ഉണ്ടായത്. നിർത്താൻ പറഞ്ഞു. ആരും നിർത്താൻ പോലീസ് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഈ പരിപാടി ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യമാക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ തസ്ലിമ നസ്രീനായിരിക്കും. അങ്ങനെ ഇത് വന്നപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മൾ കൂളായിട്ട് കൈകാര്യം ചെയ്യാം. ആളുകളെല്ലാം പറഞ്ഞ് മെല്ലെ പുറത്തിറക്കിയിട്ട് അക്വേറിയത്തിലെ വെള്ളം മാറ്റിയിട്ട് വീണ്ടും നിറയ്ക്കുന്നത് പോലെ എല്ലാവരെയും പോലീസ് വളരെ നൈസായിട്ട് ഇറ്റ്സ് എ കമൻഡബിൾ ജോബ് ഡൺ ബൈ ദ പോലീസ്. ഐ അപ്രീഷിയേറ്റ് ദം. ഞാൻ മാത്രമല്ല അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവിടെ കൂടിയ ക്രൗഡാണ്. നോ വൺ പാനിക്ഡ്. ഇറ്റ്സ് റിമാർക്കബിൾ. നമുക്കറിയാം ഇത്രയധികം ആൾ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ തോക്ക് കൈവശം ഇരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഈ ബ്രെയിൻ പ്രൈമറി ഗിയറിലേക്ക് തന്നെ പോകും. അതിന് എത്ര വലിയ ഇതാണെന്ന് പറഞ്ഞാൽ ചുറ്റുമെങ്കിലും നോക്കുക. ഞാൻ ഇടയ്ക്ക് ഒരു സെഷൻ വെച്ച് എല്ലാവരും ചുറ്റുമുള്ള ആളെ നോക്കിക്കഴിഞ്ഞാൽ തീരുന്ന കേസെല്ലാം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അന്നേരം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആവും ആളുകൾ, അത് ബഹളമാവും, സംശയത്തിന്റെ പേരിൽ ആളുകൾ ചിലപ്പോൾ പിടിക്കും, അതും ഇതൊക്കെ ആവും എന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു അട്ടർ കൺഫ്യൂഷൻ പോലെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ പോലീസ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഡിബേറ്റ് നിർത്തിവെച്ചു. എന്നിട്ട് എല്ലാവരും പുറത്തിറക്കിയപ്പോഴേക്ക് ചാനൽസ് എല്ലാം വന്നു.
പത്രങ്ങളിൽ വാർത്തയായി. വന്ന ചില വാർത്തകൾ കണ്ടൊക്കെ നമ്മൾ തന്നെ ചോദിച്ചു. പിന്നെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബോംബ് ഭീഷണി. ബോംബ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യം കേൾക്കുക. നമുക്കറിയാവുന്ന ഒരാള് ഒരു ലൈസൻസ് ഉള്ള ഒരു റിവോൾവറുമായിട്ട് അകത്ത് കിടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് അപ്പൊ വേറെ ചാനലുകാർ, എനിക്കത് മനസ്സിലായി, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് ചാനൽ പറയുന്നു, അത് പറയൂ അത് ബോംബ് ഭീഷണി ഉണ്ടായതിനു ശേഷമാണോ റിവോൾവറുമായി ആളകത്ത് കിടന്നത്, അതോ റിവോൾവറുമായി അകത്ത് കിടന്നതിന് ശേഷമാണോ ബോംബ് കൊണ്ടുവച്ചിരിക്കുന്നത്, അത് പിന്നെ അത് ബോംബ് പരിശോധനാ സ്ക്വാഡ് എത്തിയോ, ചാനലുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പൊ നമുക്കൊരു രസം, കാരണം ബോംബ് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ചിത്രത്തിൽ വന്നിട്ടില്ല. ഒരു ബോംബും ഒരു തോക്കും എന്നുള്ളതായിരുന്നു ആദ്യ നിലയിലല്ലേ പറഞ്ഞ, ഒന്നാം റൗണ്ടിൽ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവസാനം സത്യം തന്നെ മനസ്സിലാക്കി. അതേ കണക്ക് ഞാൻ മീഡിയ കുറ്റപ്പെടുത്തല്ല, അവർക്ക് അങ്ങനെ മാത്രമേ ഒരു പുറത്തുനിന്ന് ഒരു പ്രശ്നം നോക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും. പിന്നെ അതിന്റെ ഒരു സെൻസേഷനും ഒക്കെ വെച്ചുകൊണ്ട് ഐ എം നോട്ട് അറ്റ് ഓൾ അവരെ ചെറുതാക്കി കാണിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു, ക്ലിയർ ചെയ്തു. അതിന്റെ ഒരു രസമുള്ളത്, ഈ ആളുകൾ പുറത്തുപോയ ആളുകളുടെ ഒരു 95% ആളുകളെങ്കിലും ഇൻ മൈ ബുക്ക്, കുറച്ചുപേര് പോയിട്ടുണ്ടാവും, കുറച്ചുപേര് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടാവും. രണ്ട് സംഭവിച്ചിട്ടുണ്ടാവും. ആളുകളല്ലേ, എന്നാ അവിടെ ഒരു ബോംബോ വഴക്കോ ഇതൊക്കെയാണ്, ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ട് എന്താ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാവും. ഇനി വന്നിട്ട് തന്നെ ഉച്ചയ്ക്ക് പോകാനിരുന്ന ആളുകളുണ്ടാവും. എന്നാ ഇനിയിപ്പോ ഇങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ടാവും. പക്ഷെ 95% ആളുകൾ അതേപടി തിരിച്ചു വന്നു. അവർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഇതേ കണക്കൊരു ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നതുല്യമായിട്ടുള്ള പെരുമാറ്റം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു ഫ്രീ തിങ്കർ ആറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ സിറ്റുവേഷനെ നേരിടുന്നത് എന്നുള്ളത് എനിക്ക് വളരെ കമൻഡബിൾ എന്നുള്ള വാക്കാണ് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. അഭിനന്ദനം മാത്രമല്ല, മാതൃകാപരം. ഒരുപക്ഷെ ഞാൻ കരുതാണ് ഒരു കുറച്ചുകൂടെ ഒരു ഫെയ്ത്ത് ബേസ്ഡ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ. മറ്റൊരു കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. അവർ പുറത്തു നിന്നു, വെയിലൊക്കെ കൊണ്ടു മഴയൊക്കെ കൊണ്ടു 1 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടും ഈ സംഭവം വന്നതിന് ശേഷം അത് കുറെ ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഒരിക്കലും വരാത്ത കുറെ ആളുകൾ, അല്ലെങ്കിൽ വരാൻ ഇടയില്ലാത്ത കുറെ ആളുകൾ അതുമൂലം വരികയുണ്ടായി. അപ്പം അത് ഒരു നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി, അപ്പൊ ഇനി വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടായത് ഞാൻ 1-2 പേരെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ ലൈവ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു ഇവിടെ. കാരണം അവരിത് കേട്ടറിഞ്ഞു വന്നതാണ്. അവരെ സംബന്ധിച്ചൊരു കോണ്ടന്റ് ആണ്, ചാനലുകളെ സംബന്ധിച്ചൊരു കോണ്ടന്റ് ആണ്. ഇനി മാത്രമല്ല, ഇതുകൊണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലിറ്റ്മസ് മീഡിയയിലേക്ക് വന്നു. ആരും നമ്മൾ യഥാർത്ഥത്തിൽ ഇവരോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കുമ്പോൾ ലിറ്റ്മസിന്റെ ഒരു പരസ്യമൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പോസ്റ്റ് ഇട്ട് ഇൻസ്റ്റ പറഞ്ഞ നിർത്തറ ഡാഷ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഫേസ്ബുക്ക് ആണെങ്കിൽ അറിയാം, ഞങ്ങളുടെ കൂടെയൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം തന്നെ കുറെ കഴിയുമ്പോൾ അവരെ അൽഗോരിതം ഒരേ പോലുള്ള പോസ്റ്റുകളും ഒരേപോലുള്ള ലിങ്കുകളും വരുമ്പോൾ ഈ അൽഗോരിതം തന്നെ ഇതിനെ നിരുത്സാഹപ്പെടുത്തും. അവർ ഒട്ടും അത് പിന്നെ ഫോർവേഡ് ചെയ്യിക്കില്ല. അപ്പൊ നമ്മളെല്ലാം സാച്ചുറേഷൻ പോയിന്റിലെത്തും. നമ്മളുടെ ഇടയിലുള്ള ആളുകളോട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരിക്കലും എന്താ പറയുക, ആ ഒരു പോയിന്റിലേക്ക് പോകരുത്. പിന്നെ പുതിയ ആൾക്കാർ ഇടുകയാണെങ്കിൽ അത് പോകും. അങ്ങനെ ഇതിന് കുറെ സംഗതികൾ ഈ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പൊ ഒരു 4200 പേര് ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നെങ്കിൽ അത് നമ്മുടെ ഈ ബബിളിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഓൺലൈൻ പരസ്യത്തിന്റെ ഒരു പരിമിതിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റാണ്. അതല്ല കേരളത്തിൽ ഉള്ള സാധ്യത. ഇതിന്റെ ഒരുപാട് ഇരട്ടി സാധ്യത കേരളത്തിലുണ്ട്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് പറയാണ്. പക്ഷെ അത് ആളുകളിൽ എത്തണം. ആളുകളിൽ എത്താൻ, അത് പെനിട്രേറ്റ് ചെയ്യാൻ ലക്ഷങ്ങളുടെ ചെലവാണ് ഇന്ന് ഉള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ചെയ്യണം. അത് ബേസിക്കലി എല്ലാവരും പറയും ലിറ്റ്മസിന് ഭയങ്കര പരസ്യമാണെന്ന്. ലിറ്റ്മസിന് ഭയങ്കര പരസ്യം കമ്പയർഡ് ടു വാട്ട് സാധാരണ ഇപ്പൊ യുക്തിവാദികളിലൊക്കെ നടത്തുന്ന പരിപാടി, അതിനെയൊക്കെ കമ്പയർ ചെയ്തായിരിക്കും ഓരോ ആളുകൾ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇതൊരു യുക്തിവാദി പരിപാടിയേ അല്ല. യുക്തിവാദവുമായിട്ടും ഇതിനൊരു ബന്ധമില്ല കേരളത്തിൽ നിലവിലുള്ള. റാഷണലിസം എന്ന് പറയുന്ന കോർ സംഗതി നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ
അതുമായി കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ഒരുപാട് പരസ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ അഗ്രസീവായിട്ട് അത് പരസ്യം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. നമ്മളുടെ അതെല്ലാം വോളണ്ടറി വർക്കാണ്, അല്ലാതെ അതിനകത്ത് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. പെയ്ഡ് ആയിട്ടുള്ള ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, ഉണ്ട്. പക്ഷെ അത് പിന്നെ തോക്കിനെ കുറിച്ച് ഒരു വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ദ ഇന്റൻഷൻ ഓഫ് ദാറ്റ് പേഴ്സൺ. ഐ ഡു നോട്ട് നോ ദ പേഴ്സൺ. മേ ബി പുള്ളി പറഞ്ഞൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഫയർ ആം, അതാണ് ഏറ്റവും പ്രധാനം. ഒരു ഫയർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്ത് നിന്ന് അറിയാമല്ലേ, കൂടുതൽ അതിനെ കുറിച്ച് പറയേണ്ട കാര്യം. അതുമായി നിങ്ങളൊരു ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് വരുന്നത്, ദ ക്രൗഡ് ഈസ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ് ദർ. ഇപ്പൊ തന്നെ സിഖുകാരുടെ തന്നെ കൃപാൺ എന്ന് പറയുന്ന ഒരു സംഗതി അവരെ കൊണ്ടു നടക്കാൻ അനുവദിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ചെറുതാക്കി, വളരെ 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 ചെറിയ സാധനമാണ്. അതായത് ഒരു മറ്റുള്ളവർക്ക്, എല്ലാവരും ഇങ്ങനെ വാളുമായിട്ട് നടക്കുന്ന, കുറെ പേര് വാളില്ലാതെ നടക്കുമ്പോൾ ഈ വാളുമായിട്ട് നടക്കുന്നവരോട് സംസാരിക്കാൻ തന്നെ ആളുകൾക്ക് പേടിയാവും. അവനൊന്ന് പറഞ്ഞ് രണ്ടിനടുത്ത് വെട്ടുകയോ കുത്തിക്കയറ്റുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ മാരകായുധങ്ങളുടെ പ്രയോഗം അല്ല, പ്രദർശനം പോലും കുറ്റകരമാണ്. അതുപോലെ ഈ ക്രൗഡിനുള്ളിലേക്ക് ഇത്തരം ഫയർ ആംസുമായിട്ട് പോകുന്നത് ലൈസൻസ് ഉണ്ടെങ്കിലും കുറ്റകരമാണ്. അത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിയമപരമായി ശരിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് ബ്രൗസ് ചെയ്യുകയായിരുന്നു, എന്താണ് നിങ്ങൾ ലൈസൻസ് ഉള്ള സാധനം ഒരു ഇതാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ക്രൗഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ അറിയില്ല. മെൻസറ എന്താണ് നിങ്ങൾ സ്വയം സംരക്ഷിക്കാനായിട്ടാണോ നിങ്ങൾ മാത്രം ആയുധമായിട്ടിരിക്കുകയും മറ്റുള്ളൊരു ആയുധം ഇല്ലാതിരിക്കുകയും ചെയ്യുക? ഈ സ്വയം സംരക്ഷിക്കാനായിട്ടുള്ള ആയുധം ലൈസൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രൗഡുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ആയുധമായിട്ട് പോകാതിരിക്കുക. അത് നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റിബുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈസൻസിനകത്ത് സ്റ്റിബുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ലൈസൻസ് ഒന്നും വായിച്ചും പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഊഹിക്കുന്നത് ഇങ്ങനെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണിത്. കാരണം ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും വയലൻസ് കമ്മിറ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എങ്ങനെയാണ് ആളുകൾ അങ്ങനെ ഒരാളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഒരുത്തന്റെ കയ്യിൽ തോക്കുണ്ട്, കുഴപ്പമില്ല, പരിപാടി മുന്നോട്ട് പോട്ടെ, അത് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന്റെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെങ്ങനെയാണ് ഒരു നോർമൽ കണ്ടീഷനിൽ അവിടെ ഇരിക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഇതുണ്ട്, അവൻ എന്തിനാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത് അറിയില്ല, അത് അവനെ അറിയാവൂ. നമ്മളെ സംബന്ധിച്ചോളം അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പം അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ആ പുള്ളി ചെയ്തത്. എനിക്ക് പുള്ളിയെ അറിയുമില്ല. ഞാൻ പടം നിങ്ങൾ കണ്ടോണം, പേരും കാര്യങ്ങളും ഒക്കെ പത്രത്തിൽ വന്നാണ് അറിയുന്നത്. ഹൂവർ ഇറ്റ് ഈസ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിയമപരമായി തെറ്റാണ്. ഇത് നിയമപരമായി തന്നെ അത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ പറയുന്ന ഇത് ആരാണ് വന്നതെന്ന് പുള്ളിയോട് വ്യക്തിപരമായി അറിയില്ല, വിദ്വേഷവും ഇല്ല, അല്ല അങ്ങനെ ഒന്നുമില്ല, ഒരു പ്രെജുഡീസും എനിക്കില്ല. പക്ഷെ ഇത് ചെയ്തത് ഭയങ്കര, കാരണം 2 മണിക്കൂറാണ് പോയത്. ഈ 2 മണിക്കൂർ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? പലരും ഇറങ്ങി ഒരു വീട്ടിൽ പോയിട്ടുണ്ടാവും, പലരും വരാനിരിക്കുന്ന പലരും വരാതിരുന്നിട്ടുണ്ടാവും. നമ്മളുടെ പരിപാടിയെല്ലാം സ്കെഡ്യൂൾ തെറ്റിക്കാണ്. രാത്രി ഞാൻ 2 മണിക്ക് വീട്ടിലെത്താമെന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ 4 മണിയായിട്ടുണ്ടാവും. രാത്രി തന്നെ തിരിച്ചു പോകാമെന്ന് കരുതി പിറ്റേന്നായിരിക്കും തിരിച്ചു പോയത്. ഇതെല്ലാം ഈ ഒരാളുടെ ഈ ഒരു ഇതുകൊണ്ട് സംഭവിക്കുകയാണ്. അയാളത് മനസ്സിലാക്കേണ്ടത്. ആയിരക്കണക്കിന് പേര്, അത് മൊത്തം തകിടം മറിയാണ്. എന്തുമാത്രം, ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങൾ അതിന്റെ AC, ആ എൻ്റെ ഹോളിന്റെ AC രാവിലെയാണ് തുടങ്ങുന്നത്. ഓരോ മണിക്കൂറിനും ചാർജാണ്. 6:30-7 മണിയാകുമ്പോൾ തീരുമെന്ന് പറഞ്ഞ ഇതാണ്. ഞങ്ങൾ വീണ്ടും അതിന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഇൻഡിസിഷൻ കാരണം പിന്നെയും 2 മണിക്കൂർ എക്സ്ട്രാ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരികയാണ്. അവസാനത്തെ DJ അത് നേരെ നടത്താൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയം. ഇത്രയും നേരം ആളുകൾ ഇരിക്കുന്നില്ല. എന്തെല്ലാം രീതിയിൽ ആ പരിപാടിയെ തകർക്കുകയാണ്, അല്ലെങ്കിൽ അത് ടോപ്പിൾ ചെയ്യാനായിട്ടാണ്. അത് അറിഞ്ഞോ അറിയാതെ എന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ഈ സാധനം കൊണ്ടുവന്ന് അറിഞ്ഞു തന്നെയാണ്. ഇങ്ങനെ ഒരു സാധനം ഇത്രയും ക്രൗഡായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുത്തനാണെങ്കിൽ ഐ തിങ്ക് പുള്ളി ആ രീതിയിൽ ഒരു കൗൺസിലിംഗ് അർഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ആകെ ഒരു ഇതുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് പോയിരുന്നെങ്കിൽ ഈ ഒരു വിഷയമില്ല. പുള്ളി അതെടുത്ത് കാണിക്കുന്നു, അല്ലെ പുള്ളി കാണിക്കുകയല്ല, അതിൽ കണ്ടെത്തുകയാണ്. മെറ്റൽ ഡിറ്റക്ടറിന്റെ അടുത്ത് നിൽക്കുന്നവർ കണ്ടെത്തുകയാണ് ഇത്. ലൈസൻസ് ഉള്ള തോക്കിന്ന് വെടി വെച്ചാലും ലൈസൻസ് ഇല്ലാത്ത തോക്കിന്ന് വെടി വെച്ചാലും അത് തമ്മിൽ എന്താണ് ഫറക്ക്, എന്താണ് അതിന്റെ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല.